Hi dears, welcome back to my new video. എല്ലാവർക്കും സ്വാഗതം. ഇത് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു വളയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിന് കട്ടർ, ഫെവി ബോണ്ട്, ഗ്ലൂ ആണ്, ക്രിസ്റ്റൽസ്, ബാങ്കിൾ ബേസ്, ചക്കിരി, ഗോൾഡൻ കളർ ബീഡ്സ്, ദെൻ സൂചിയും നൂലും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ നൂലെടുത്തിരിക്കുന്നത് നമ്മുടെ ബാങ്കിൾ ബേസിൽ 3 ചുറ്റിയാൽ വരുന്ന അത്രയും ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ നൂല് സൂചിയിൽ കോർത്തിട്ടുണ്ട്. ആ 2 സ്റ്റാൻഡും കൂടി ചേർന്നിരിക്കാൻ വേണ്ടി ഈ ഫെവി ബോണ്ട് വെച്ച് ഞാൻ ഒന്ന് വലിച്ചു വിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോർത്ത് തുടങ്ങാം. ഫസ്റ്റ് ഈ ക്രിസ്റ്റൽ ബീഡ് നല്ല ഡാർക്ക് ബ്ലൂ കളർ ക്രിസ്റ്റലാണ്. പിന്നെ ചക്കിരി, ഒരു കുഞ്ഞ് ഫ്ലവർ പോലെയുള്ള ചക്കിരി നമ്മൾ ബീഡ്സിൻ്റെ ഇടയിൽ ഇടാൻ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ബീഡ്സ് സ്പേസർ എന്നും പറയും, ചക്കിരി എന്നും പറയും. ഇത് ഞാൻ 5 മുത്താണ് എടുക്കുന്നത്. ഓക്കെ, 5 ക്രിസ്റ്റൽ കോർത്ത് കഴിയുമ്പോൾ പിന്നെ ഒരു ഗോൾഡൻ കളർ മുത്ത്, പിന്നെയും 5 എണ്ണം. അങ്ങനെ ആ ഒരു ഓർഡറിലാണ് കോർക്കുന്നത്. ഇത് കുഞ്ഞു ബാങ്കിൾ ബേസ് ആയതുകൊണ്ടാണ് 5 മുത്ത് വെച്ച് കോർക്കുന്നത്. ഇത് കുറച്ച് വലിയ ബാങ്കിൾ ബേസ് ആണെങ്കിൽ നമുക്ക് ഒരു 7 എണ്ണമൊക്കെ വെച്ചിട്ട് കോർക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് 7 ഓരോ പെയറായിട്ട് നമുക്ക് ഓരോ സെറ്റായിട്ട് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 5 എണ്ണം കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ കളർ ബീഡ് കോർക്കുന്ന പോലെ വലിയ ബാങ്കിൾ ബേസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 4 or 5 ഒരു സെറ്റ് വേണ്ടി വരും ഒരു വളയ്ക്ക്. അപ്പോൾ നമ്മൾ 5 മുത്ത് കോർത്ത് കഴിഞ്ഞു, ഗോൾഡൻ കളർ ബീഡ് കോർത്ത് കഴിഞ്ഞു. ഇതാണ് ഒരു സെറ്റ്. ഇങ്ങനെയാണ് ഒരു സെറ്റ് വരിക. നെക്സ്റ്റ് ഇതുപോലെ തന്നെ 5 എണ്ണം, വീണ്ടും ഒരു ഗോൾഡൻ കളർ ബീഡ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ക്രിസ്റ്റലിന് പകരം നമുക്ക് സാധാരണ മുത്തും യൂസ് ചെയ്യാം. പിന്നെ കുഞ്ഞു വളയാണ്, വളയുടെ വീതിക്ക് അനുസരിച്ച് വേണം നമ്മൾ മുത്തിൻ്റെ വലിപ്പം സെലക്ട് ചെയ്യാൻ. തീരെ ചെറിയ വളയ്ക്ക് വലിയ ബീഡ്സ് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീതി കുറഞ്ഞ ബാങ്കിൾ ബേസ് ആണെങ്കിൽ കുഞ്ഞു മുത്തുകളായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞു ക്രിസ്റ്റൽസ് ആയിരിക്കും അതിന് കൂടുതൽ സ്യൂട്ട് ആവുക. ഒരു 2 mm 4 mm ആ ഒരു മെഷർമെൻറ്റിൽ വരുന്ന ബീഡ്സ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് കോർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാങ്കിൾ ബേസിലോട്ട് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ബാങ്കിൾ ബേസിൻ്റെ മുകളിൽ ഇതൊന്ന് കറക്റ്റായിട്ട് വെച്ച് നോക്കാം, അളവ് കറക്റ്റാണോ എന്ന്. അളവ് കറക്റ്റാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ലെങ്ത്ത് നമ്മൾ ഫസ്റ്റ് കോർത്ത് തുടങ്ങിയ ആ ഭാഗത്തുള്ളത് ഒരു ഹോളിലൂടെ ഇട്ട് അടിയിലിട്ടെടുക്കാം. കാരണം നമുക്ക് അവിടെ കെട്ടിടണം, രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിഭാഗത്ത് കെട്ടിടുന്നതായിരിക്കും ഭംഗി. അപ്പോൾ അവിടെ കുഞ്ഞ് നോട്ടിട്ട കാരണം അത് കടക്കുന്നില്ല. നമുക്ക് നീറ്റിൽ വെച്ച് അതൊന്ന് കുത്തി കൊടുത്ത് അപ്പുറത്ത് പോയി. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റി അത് 2 എൻഡും കൂടി നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കാം. ഒരു 2 കെട്ടിട്ടാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കോർത്ത് വളയുടെ അടിഭാഗത്തോട്ട് എടുക്കണം ത്രെഡ്. എന്നിട്ട് അടിയിൽ വന്നിട്ടാണ് കെട്ടിടുന്നത് കേട്ടോ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ ചുറ്റി വെച്ചിട്ട് കെട്ടുന്ന സമയത്ത് ഈ ബാങ്കിൾ ബേസിൻ്റെ മേലെ വെക്കുന്നത് ഈ കോർത്ത ഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് ലൂസായിരിക്കണം. അപ്പോഴാണ് നമുക്കിനി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തുന്നുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ടൈറ്റ് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് ആദ്യം സ്പേസ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഒരു ബീഡിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് അത് പതിഞ്ഞിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓരോ ബീഡ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി താന്നൊക്കെ ഇരിക്കും. അപ്പോൾ കറക്റ്റ് ഒരേ യൂണിഫോമിൽ വരണമെങ്കിൽ ഒരു ബീഡിനുള്ള ഗ്യാപ്പ് വേണം. അപ്പോൾ നമുക്കിനി ഇത് കംപ്ലീറ്റ് തുന്നിയെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അടിയിൽ നിറയെ ഹോൾസ് ഉണ്ട്. അപ്പം നമ്മൾ അടിയിൽ തന്നെ മുകളിലോട്ട് കോർത്തിട്ട് വീണ്ടും തിരിച്ച് അതേ ഹോളിൽ കൂടി തന്നെ അടിയിലോട്ട് എടുക്കുകയാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് വേണം. ഒരു ചുറ്റും നമ്മൾ ഒരു റൗണ്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 2 നൂലിൻ്റെ അറ്റവും ചേർത്ത് നമ്മൾ കെട്ടിടുകയാണ്. ഓക്കെ, അപ്പോൾ കെട്ടി വെച്ച്
കഴിഞ്ഞാൽ ഈ പണി കഴിഞ്ഞു. വള റെഡിയായി. ഒരു 2-3 കെട്ടിട്ടാൽ മതി. ത്രെഡ് ആയതുകൊണ്ട് അങ്ങനെ അഴിഞ്ഞു വരുമൊന്നുമില്ല. എന്നാലും എനിക്ക് സമാധാനക്കുറവായതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു കെട്ട് കൂടുതലിടും, എങ്ങാനും അഴിഞ്ഞു വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഞാൻ 3 കെട്ടിട്ടിട്ടുണ്ട്. അത് നമുക്കിനി എക്സ്ട്രാ വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ വള റെഡിയായി. ഇനി ഇതിന് ചുറ്റും ഒന്ന് നമുക്ക് ഗ്ലൂ വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടാം. അപ്പോൾ ഈ ത്രെഡൊക്കെ ബാങ്കിൾ ബേസുമായിട്ടൊന്ന് ചേർന്നിരിക്കാനും നമ്മൾ ഈ കെട്ടിട്ടത് അഴിഞ്ഞു വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഫെവി ബോണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫെവി ബോണ്ട് നല്ല സാധനമാണ്. എല്ലാം നല്ല കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. വെറുതെ ഒന്ന് ഇങ്ങനെ സ്പീഡിലൊന്ന് വലിച്ചു വിട്ടാൽ മതി. കയ്യിൽ തന്നെ ആക്കി അതങ്ങനെ ബാങ്കിൾ ബേസുമായിട്ട് ത്രെഡ് പതിഞ്ഞിരുന്നോളൂ. അതിനാണ്. അപ്പോൾ ബാങ്കിൾ റെഡിയായി. നല്ല ഭംഗിയുള്ള കുഞ്ഞു വളയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സജഷൻസ്, ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.